നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു നാൾ IPL കളിച്ചിട്ടുള്ള പാകിസ്ഥാൻ താരങ്ങൾ ഇപ്പോൾ എന്താണ് IPL കളിക്കാത്തത്. ഈ ഒറ്റ കണ്ടന്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ചെറുതായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ചില കാര്യങ്ങളോട് നോക്കുന്നുണ്ട്. അതായത് IPL കളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാകിസ്ഥാൻ താരങ്ങളും അവർ എത്ര രൂപയ്ക്കാണ് ഓരോ ടീമിലെടുത്തതും, അതുപോലെ തന്നെ എത്ര റൺസും അല്ലെങ്കിൽ എത്ര വിക്കറ്റുകൾ അവർ ആ ഒരു ടീമിന് വേണ്ടി നേടിയിട്ടുണ്ട്, അവരുടെ പെർഫോമൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ ഉള്ള പാകിസ്ഥാൻ താരങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അവർക്ക് IPL കളിക്കാൻ സാധിക്കാത്തത് അവർ ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും പലയിടത്തും അത് പറഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് IPL നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ്. നമുക്കറിയാം ബാബർ അസമും ഷഹീൻ അഫ്രീഡിയൊക്കെ IPL കളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വരുമാനം എത്രയായിരിക്കുമെന്ന്. നമുക്കറിയാം IPL അല്ലാതെ തന്നെ കുറേ അധികം ലീഗുണ്ട്. കരീബിയൻ പ്രീമിയർ ലീഗുണ്ട്, പാകിസ്ഥാൻ സൂപ്പർ ലീഗുണ്ട്, ബിഗ് ബാഷ് ലീഗുണ്ട്, അങ്ങനെ കുറേ അധികം ലീഗുകളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ലീഗ് എന്ന് പറയുന്നത് IPL തന്നെയാണ്. കൂടാതെ IPL കിരീടം നേടുന്ന ടീമിന് കൊടുക്കുന്ന സമ്മാന തുക എന്ന് പറയുന്നത് ഏതാണ്ട് 20 കോടി രൂപയാണ്. അപ്പുറത്ത് PSL നോക്കുകയാണെങ്കിൽ അത് 3 കോടി രൂപ മാത്രമാണ്. ഇവിടെ IPL റണ്ണേഴ്സ് അപ്പിന് വരെ 12 മുതൽ 13 കോടി രൂപ വരെ ലഭിക്കാറുണ്ട്. നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഓപ്ഷനിലെ ഏറ്റവും വില കൂടിയ തരം എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. ഏതാണ്ട് 24.5 കോടി രൂപയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്ക് സോൾഡ് ഔട്ട് ആയത്. അപ്പുറത്ത് പാകിസ്ഥാൻ്റെ പ്ലാറ്റിനം കാറ്റഗറി ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലെ ഏറ്റവും ഹയസ്റ്റ് തുക എന്ന് പറയുന്നത് 1.41 കോടി രൂപയാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന താരങ്ങളാണ് റിസ്വാൻ, ബാബർ അസം, ഷഹീൻ അഫ്രീഡിയൊക്കെ. സോ ഇവർക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1.41 കോടി രൂപ മാത്രമാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന IPL കളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട താരങ്ങളും അവരുടെ ആ ഒരു സീസണിലെ പെർഫോമൻസും, കൂടാതെ എത്ര രൂപയ്ക്കാണ് ഓരോ ടീമും അവരെ ആ ഒരു സീസണിൽ സ്വന്തമാക്കിയെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. കൂടാതെ വീഡിയോയുടെ അവസാനം നമ്മൾ ഉറപ്പായിട്ടും പറയുന്നതാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ താരങ്ങളെ IPL കളിപ്പിക്കാത്തതെന്നും. ഇതിൽ ആദ്യത്തെ പേരെന്ന് പറയുന്നത് സൽമാൻ ഭട്ടാണ്. സൽമാൻ ഭട്ട് പാകിസ്ഥാൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. ഇടയ്ക്ക് മാച്ച് ഫിക്സിങ്ങിലൊക്കെ പങ്കാളിയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ബാനെ കിട്ടിയ ഒരു താരമാണ് അദ്ദേഹം IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് കളിച്ചത്. ഏതാണ്ട് 7 മാച്ചസ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 193 റൺസ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു സമയത്ത് KKR അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഏതാണ്ട് 40.16 ലക്ഷം രൂപയ്ക്കാണ്. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് ഷാഹിദ് അഫ്രീഡിയാണ്. ആ ഒരു സമയത്ത് ബീഹിറ്റിന് വേറിയായിട്ടൊരു താരമാണ്. ആദ്യത്തെ ആ ഒരു സീസണിൽ പൊക്കുന്നത് ഡെക്കാൻ ചാർജേഴ്സാണ്. അതായത് 2.71 കോടി രൂപ. ആ ഒരു സമയത്ത് വലിയ തുകയാണത്. ആ ഒരു തുകയ്ക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ഡെക്കാൻ ചാർജേഴ്സ്. പ്രത്യേകിച്ച് അതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഏതാണ്ട് 10 മത്സരം കളിച്ചു. അതിന് 81 റൺസും അതുപോലെ 9 വിക്കറ്റും മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അതായത് ഒരു ആവറേജ് താഴെയുള്ള പെർഫോമൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത താരമാണ് മിസ്ബാ ഉൽ ഹക്ക്. നമുക്കറിയാം ആ ഒരു വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പിലെ വളരെ പ്രധാനപ്പെട്ട താരമായിരുന്നു മിസ്ബാ ഉൽ ഹക്ക്. അതായത് RCB ആ ഒരു സീസണിൽ 50 ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. ഇത്രയും പറഞ്ഞ താരങ്ങൾ പോലെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 117 റൺസാണ് അദ്ദേഹം ആ ഒരു സീസണിൽ 8 മാച്ചിൽ നിന്ന് നേടിയത്. അതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് 47 റൺസുമാണ്. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് കമ്രാൻ അക്മലാണ്. പാകിസ്ഥാൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് അദ്ദേഹം ആ ഒരു സീസണിൽ കളിക്കുക എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ്. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഏതാണ്ട് 60 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് ആ ഒരു സീസണിൽ സ്വന്തമാക്കിയത്. അദ്ദേഹം നേടിയ റൺസ് എന്ന് പറയുന്നത് 6 മാച്ചിൽ നിന്ന് 128 റൺസാണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് 53. ഇനി അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് യുനസ്ഖാനാണ്. യുനസ്ഖാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നല്ല T20 ബാറ്റ്സ്മാനൊന്നും അല്ല, പക്ഷേ നല്ലൊരു ടെസ്റ്റ് ബാറ്റ്സ്മാനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ IPL പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളത് 1 മാച്ച് മാത്രമാണ്. അതിൽ നേടിയത് 3 റൺസും. പക്ഷേ അദ്ദേഹവും കമ്രാൻ അക്മലും ഒക്കെ രാജസ്ഥാൻ കിരീടം നേടിയ ആ ഒരു സീസണിലെ ടീമിൻ്റെ ഭാഗമായിരുന്നു. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് മുഹമ്മദ് ആസിഫാണ്. ആ ഒരു സമയത്ത് പാകിസ്ഥാൻ്റെ ഏറ്റവും പേര് കേട്ട പേസ് ബോളർമാരിൽ ഒരാളാണ് അദ്ദേഹത്തെ ഡൽഹി ഡെയർ ഡെവിൾസാണ് സ്വന്തമാക്കുന്നത്. അതും ഒരു വലിയ തുകയ്ക്ക്. ഏതാണ്ട് 2.61 കോടി രൂപ. പക്ഷേ പ്രത്യേകിച്ച് വലിയ പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. ഏതാണ്ട് 8 മാച്ചസ് ഡൽഹിക്ക് വേണ്ടി കളിച്ചു, നേടിയത് 8 വിക്കറ്റ്. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഓൾറൗണ്ടറും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന മുഹമ്മദ് ഹഫീസാണ്. അദ്ദേഹത്തെ KKR ആ ഒരു സീസണിൽ സ്വന്തമാക്കുന്നത് ഏതാണ്ട് 40.16 ലക്ഷം രൂപയ്ക്കാണ്. ബട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഏതാണ്ട് 8 മാച്ചസ് കളിച്ചു. അതിൽ നിന്ന് നേടിയത് 20 റൺസും 1 വിക്കറ്റും മാത്രമാണ്. വളരെ മോശം പെർഫോമൻസ് എന്ന് തന്നെ പറയണം. ഇനി അടുത്ത പേരെന്ന് പറയുന്നത് ഷോയിബ് അക്തറാണ്. അദ്ദേഹത്തെ ഏതാണ്ട് 1.70 കോടി രൂപയ്ക്കാണ് KKR ആ ഒരു സീസണിൽ സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് വലിയ പ്രകടനമൊന്നും ഉണ്ടായിട്ടില്ല. 3 മാച്ചത്തെ കളിച്ചിട്ടുള്ളൂ. 5 വിക്കറ്റ് നേടി. 1 മാച്ചിൽ അദ്ദേഹം 4 വിക്കറ്റ് നേടിയൊരു മാച്ച് ഉണ്ടായിരുന്നു. കൂടാതെ അതിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 7.71 സോ മറ്റൊരു മോശം പെർഫോമൻസ് എന്ന് തന്നെ പറയണം. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഓൾറൗണ്ടറായ ഷോയിബ് മലിക്കാണ്. ഏതാണ്ട് 2 കോടി രൂപയ്ക്കാണ് ഷോയിബ് മലിക്കിനെ ഡൽഹി ഡെയർ ഡെവിൾസ് സ്വന്തമാക്കുന്നത്. അദ്ദേഹം ആ ഒരു സീസണിൽ കളിച്ചത് 7 മാച്ചസാണ്. വെറും 52 റൺസേ നേടിയുള്ളൂ. അതുപോലെ തന്നെ 2 വിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഒരു പാകിസ്ഥാൻ്റെ പ്രോപ്പർ ഓൾറൗണ്ടറാണ്. സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഒരു മോശം പെർഫോമൻസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് ഉമർ ഗുലാണ്. ആ ഒരു സമയത്ത് ഏറ്റവും പേര് കേട്ട യോർക്കർ എറിയുന്ന ബോളർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആ ഒരു സീസണിൽ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് KKR ആണ്. പക്ഷേ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. അതായത് 6 മാച്ച് കളിച്ചു, അതിൽ നിന്ന് 12 വിക്കറ്റ് നേടി. അതൊരു ആവറേജ് പെർഫോമൻസ് മാത്രം. നമ്മൾ ഏതാണ്ട് 10 പാകിസ്ഥാൻ താരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇതിൽ കുറച്ച് പേര് ആവറേജ് പെർഫോമൻസും കുറച്ച് പേര് ബിലോ ആവറേജ് പെർഫോമൻസും മാത്രമാണ് ടീമുകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് IPL ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു പാകിസ്ഥാൻ താരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സൊഹൈൽ തൻവീർ. ഏതാണ്ട് 11 മാച്ചസാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അത് 22 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുണ്ട്. എക്കണോമി എന്ന് പറയുന്നത് ഏതാണ്ട് 6.46 മാത്രമാണ്. കൂടാതെ ആ ഒരു സീസണിലെ പർപ്പിൾ ക്യാപ്പ് വിന്നർ കൂടിയാണ്. അത്
മാത്രമല്ല രാജസ്ഥാൻ ആ ഒരു സീസണിൽ കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. കൂടാതെ അദ്ദേഹം ആ ഒരു സീസണിൽ കളിച്ച ഒരു മാച്ചിൽ 14 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 6 വിക്കറ്റ് നേടിയിരുന്നു. അത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ബോളിങ്ങിലൊന്നാണ്. അതായിരുന്നു IPL തന്നെ ഏറ്റവും മികച്ച ബോളിംഗ് പെർഫോമൻസ് ഏതാണ്ട് 10 വർഷം വരെ. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് ആ ഒരു റെക്കോർഡ് തകർക്കപ്പെടുന്നത്. അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നത് 40 ലക്ഷം രൂപയ്ക്കാണ്. നിങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക കോടികൾ കൊടുത്ത താരങ്ങളുടെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും തമ്മിൽ. ഇനി നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന കാര്യം പറയാം, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ താരങ്ങൾ IPL കളിക്കാത്തതെന്ന്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 2011 നടന്ന ടെററിസ്റ്റ് അറ്റാക്കാണ്. സോ 100-ലധികം ആളുകളാണ് ആ ഒരു സമയത്ത് കൊല്ലപ്പെടുത്ത്. കുറേ ആൾക്ക് പരിക്കും പറ്റി. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ആയിരുന്നു. സോ അതോടുകൂടി BCCI തീരുമാനിക്കുകയാണ് ഇനി പാകിസ്ഥാൻ താരങ്ങൾ IPL കളിക്കേണ്ടത്. സോ അതോടുകൂടി പാകിസ്ഥാൻ താരങ്ങളെ എല്ലാം തന്നെ IPL നിന്ന് ബാൻ ചെയ്തു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.